ചേർപ്പ് പാറക്കോവിലിൽ ഒന്നിച്ചു ജീവിക്കാൻ ഭർത്താവിനെ കൊന്നു കുഴിച്ചുമൂടിയ കേസിൽ ഭാര്യയും കാമുകനും കുറ്റക്കാരെന്ന് കോടതി. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. പാറക്കോവിലിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പശ്ചിമബംഗാൾ സ്വദേശി 40-കാരനായ മൻസൂർ മാലിക് കൊല്ലപ്പെട്ട കേസിലാണ് ഇയാളുടെ ഭാര്യയും കാമുകനും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്. ഒന്നാം പ്രതി പശ്ചിമബംഗാൾ ഹൂഗ്ലി സ്വദേശി ബീരു, രണ്ടാം പ്രതിയും കൊല്ലപ്പെട്ട മൻസൂർ മാലിക്കിന്റെ ഭാര്യയുമായ രേഷ്മ ബീവി എന്നിവരാണ് കുറ്റക്കാർ. തൃശൂർ 1-ാം അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് കോടതി ജഡ്ജി കെ കമനീസാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. പ്രതികൾക്കുള്ള ശിക്ഷ വെള്ളിയാഴ്ച പ്രഖ്യാപിക്കും. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ കൊലപാതകം, കുറ്റകരമായ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ എന്നിവ വരുന്ന 302, 120B, 201 വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 2021 ഡിസംബർ 13 പുലർച്ചെ 1 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ഒന്നിച്ചു ജീവിക്കാൻ ഭർത്താവ് മൻസൂർ മാലിക്കിനെ ഭാര്യയും കാമുകനും ചേർന്ന് കമ്പി വടികൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തി. തുടർന്ന് മൃതദേഹം വീട്ടുപറമ്പിൽ കുഴിച്ചുമൂടുകയായിരുന്നു. പിന്നീട് ഭർത്താവിനെ കാണാനില്ലെന്ന് പറഞ്ഞ് കൊല്ലപ്പെട്ടയാളുടെ ഭാര്യ രേഷ്മ ബീവി ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ പരാതിയും നൽകി. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതക വിവരം വ്യക്തമായത്. കേസിൽ ജാമ്യത്തിലിറങ്ങി ഒളിവിൽ പോയ 1-ാം പ്രതി ബീരുവിനെതിരെ കോടതി വാറന്റ് പുറപ്പെടുവിച്ചിരുന്നു. പ്രതിയെ തൃശൂർ റൂറൽ പോലീസ് വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് പിടികൂടിയത്. കേസിൽ പിന്നീട് ജാമ്യം നൽകാതെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പാർപ്പിച്ച് വിചാരണ പൂർത്തിയാക്കി. അന്നത്തെ ചേർപ്പ് SHO TV ഷിബു അന്വേഷണം പൂർത്തീകരിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. SI ദിലീപ്, ഗ്രേഡ് ASI സരസപ്പൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്ന് 27 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. 64 രേഖകളും 35 തൊണ്ടിമുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. പ്രതികൾക്ക് മൻസൂറിനോടുള്ള വൈരാഗ്യമാണ് ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് പ്രോസിക്യൂഷന് തെളിയിക്കാനായി. പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി.